എമ്പുരാൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു പ്രിവ്യൂ കണ്ടിട്ട് പിന്നീട് വാളെടുത്ത ആൾക്കാരൊക്കെ പ്രിവ്യൂവിൻ്റെ സമയത്ത് അടിപൊളിയാന്ന് പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കണ്ടില്ലേ. മോഡി ഗവൺമെൻറ്റിൽ തന്നെ അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായ സിനിമകളും ഇവിടെ സെൻസർ ചെയ്യപ്പെട്ട് വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുകയെന്നില്ല. സെൻസർ ബോർഡ് എന്നുള്ള ഒരു സെൻസർ ചെയ്തിട്ടാണ് സിനിമ ജനങ്ങളിൽ എത്തുക എന്നുള്ള ആശയം അതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റേത് ഓരോ താല്പര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എവിടെ തൊട്ടാലും കേസ് വരിക, സോഷ്യൽ ബോയ്ക്കോട്ടിങ് വരിക, സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ ബുള്ളിങ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് സ്വയം സെൻസർ ചെയ്യാൻ ഇപ്പൊ നമ്മള് ഒരു സിനിമ ആശയങ്ങൾ പറയാനായിട്ട് സിനിമ ഉപയോഗിക്കുകയാണ് എന്നുള്ളത് മുൻപ് അർഷദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ ആശയം സംസാരിക്കുക മാത്രമല്ലല്ലോ, അത് കേൾക്കുക എന്നുള്ളത് കൂടെ ഇല്ലേ. അതിനുവേണ്ടി കൊമേഴ്ഷ്യൽ സിനിമകളെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ കുറച്ചുകൂടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതേസമയം തന്നെ സെൻസർ ബോർഡിന്റെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം സിനിമകളിൽ വരുന്നുണ്ട്. പെർട്ടിക്കുലർ സിനിമകൾക്ക് മാത്രമേ ഇവിടെ അവസരങ്ങൾ ഉണ്ടാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ കൊമേഴ്ഷ്യൽ സിനിമകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരം ടൂളുകൾ സംഘ് യൂസ് ചെയ്യുന്ന സമയത്ത് സിനിമ എടുക്കുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണോ? അല്ല, രണ്ട് രൂപത്തിലുണ്ട്. സെൻസർ ബോർഡ് എന്നുള്ള ഒരു സംവിധാനം തന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലല്ലേ ഉള്ളത്, എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചല്ലേ പറയുന്നത്. സെൻസർ ബോർഡിനോട് അവർ കണ്ട് അപ്രൂവലാക്കിയാലാണല്ലോ സിനിമ ഇവിടെ നമുക്ക് പ്രദർശിച്ച് കിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ഇരുന്നു കൊണ്ടാണല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പം അതിൽ സെൻസർ ബോർഡിൽ അതാത് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ, ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങൾ, പാർട്ടികളുടെ താല്പര്യങ്ങൾ, ഇതൊക്കെ വന്നും വരാതെയൊക്കെ ഇരിക്കാം. അപ്പോൾ അത് എപ്പോഴും ഒരേപോലെ ആയിരിക്കൊള്ളണമെന്നില്ല. പിന്നെ അതായത് നിങ്ങൾക്ക് ഈ മോഡി ഗവൺമെൻറ്റിൽ തന്നെ അവരുടെ നയങ്ങൾക്ക് വിരുദ്ധമായ സിനിമകളും ഇവിടെ സെൻസർ ചെയ്യപ്പെട്ട് വരുന്നുണ്ട്, അല്ലാതെയും വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുകയെന്നില്ല. സെൻസർ ബോർഡ് എന്നുള്ള ഒരു സെൻസർ ചെയ്തിട്ടാണ് സിനിമ ജനങ്ങളിൽ എത്തുക എന്നുള്ള ആശയം അതാണ് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റേത് ഓരോ താല്പര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറേ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ടാവും. അങ്ങനെ ചിലർക്ക് ഇപ്പോൾ ഇതൊക്കെ എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ ബോർഡ് മാത്രമായിട്ട് ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. സെൻസർ ബോർഡ് മാത്രമാണ് ഇവിടെ നമ്മളെ. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് സെൽഫ് സെൻസർഷിപ്പാണ്. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വയം തന്നെ ഇത് പ്രശ്നമായേക്കാം, ഇതിവിടെ പറയേണ്ടതില്ല, ഇത് പറയുന്നത് കൊണ്ട് എന്താണ് ഗുണം, അത് ചിലപ്പോൾ കുഴപ്പമുണ്ടാവും എന്ന് സ്വയം തന്നെ തീരുമാനിച്ചിട്ട് നമ്മളുടെ എഴുത്തിൻ്റെ പ്രോസസ്സ് മുതൽ തന്നെ നമ്മൾ തന്നെ സെൻസർ ചെയ്യുന്ന ആണിപ്പോൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് താരതമ്യം. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രവണത കാണുന്നുണ്ട് മൊത്തത്തിൽ. പ്രത്യേകിച്ചും 2014 ശേഷം കാണുന്നുണ്ട്. നമ്മൾ പൊതുവെയുള്ള പലരുടെയും ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ നമ്മളെ ഇവിടുത്തെ മാത്രമല്ല കേട്ടോ പറഞ്ഞത്, മൊത്തം ഇന്ത്യയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അത് സെൽഫ് സെൻസർഷിപ്പ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് കൂടുതൽ അപകടമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മള് എമ്പുരാൻ വരുന്ന സമയത്ത് പല വെട്ടുകളോടുകൂടിയാണ് രണ്ടാമത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ, അത് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാർ കാസ്റ്റിങ്ങോട് വരുന്ന സിനിമയാണ്. അത് വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയ സിനിമയാണ്, ആളുകൾ ഏറ്റെടുക്കാൻ സാധ്യത ഏറെയുള്ള സിനിമയാണ്. ആ സിനിമയ്ക്ക് പോലും വലിയ രീതിയിൽ സംഘപരിവാർ ആക്രമണം ഉണ്ടാവുകയാണ്. ആ ആക്രമണം ഉണ്ടായതിൻ്റെ പേരിൽ മാത്രം അതിലെ പല ഭാഗങ്ങളും ഒഴിവാക്കപ്പെടുകയാണ്. അതായത് ചരിത്ര രേഖകളായിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ ഒഴിവാക്കപ്പെടുന്നത്. ഇത് തന്നെയാണോ ഇത്തരം സെൽഫ് സെൻസർഷിപ്പിനുള്ള കാരണമായി വരുന്നത്? നിങ്ങൾ ഇത്തരം സിനിമകൾ ചെയ്താൽ അതിവിടെ കാണിക്കാൻ പറ്റില്ല, അല്ല അതിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള ഭയപ്പെടുത്തൽ കാരണമാണോ ഈ പറയുന്ന സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടാകുന്നത്? എന്താണ് എമ്പുരാന്റെ കേസിൽ സെൽഫ് സെൻസർഷിപ്പ് നടന്നില്ലല്ലോ, അവർ അങ്ങനെ റിലീസ് ചെയ്തില്ലേ? അല്ല, അത്തരത്തില് പ്രത്യാഘാതങ്ങൾ മാത്രമല്ല, റിലീസായ എനിക്ക് തോന്നുന്ന പ്രിവ്യൂ കണ്ടിട്ട് പിന്നീട് വാളെടുത്ത ആൾക്കാരൊക്കെ പ്രിവ്യൂവിൻ്റെ സമയത്ത് അടിപൊളിയാന്ന് പറഞ്ഞ വീഡിയോസൊക്കെ നമ്മൾ കണ്ടില്ലേ. എമ്പുരാൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ആദ്യം അനുകൂലിച്ചവർ തന്നെയാണല്ലോ പിന്നെ അത് എതിർത്ത് വന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള സ്വയം കൺട്രോളിങ് സെൻസർഷിപ്പ് അല്ല എന്ന് തോന്നുന്നു. അത് ഡിഫറെൻ്റ് ആണ് കേസ്. അവര് സെൻസർഷിപ്പ് ചെയ്തു എന്നല്ല,
അത്തരം ഇൻസിഡന്റുകൾ ഇവിടെ ഉണ്ടാവുന്നത് പിന്നീടുള്ള എഴുത്തുകാരിൽ അത്തരം ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ? അത് മാത്രമായിക്കൊള്ളുന്നില്ല. നമ്മൾ എന്തിനാ ഇപ്പോൾ അനാവശ്യമായ ഡിസ്കഷന് പോകുന്നത്? നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലേ. അതിലേക്ക് എന്തിനാ അനാവശ്യമായ ചർച്ചകൾ കൊണ്ടുവരുന്നത്? ആരെയും വെറുപ്പിക്കുന്ന എന്തിനാ? ഇൻഡസ്ട്രി അല്ലേ, പണം മുടക്കുന്ന ഒരു കലയല്ലേ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ചെയ്യാമല്ലോ. അപ്പം അതിൻ്റെ തോത്, അതായത് എവിടെ തൊട്ടാലും കേസ് വരിക, സോഷ്യൽ ബോയ്ക്കോട്ടിങ് വരിക, സോഷ്യൽ മീഡിയയിൽ ഈ സൈബർ ബുള്ളിങ് വരിക, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് സ്വയം സെൻസർ ചെയ്യാൻ വിധേയപ്പെടും. ഒരു പെർട്ടിക്കുലർ ഇവൻ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു പ്രസംഗമോ ഒരു കേസോ ആയിക്കൊള്ളുന്നില്ല. മനോഘടനയിൽ വരുന്നൊരു മാറ്റമാണത്. അങ്ങനെ നമ്മൾ പാകപ്പെട്ട് വരികയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ ഇവിടെ കാര്യമായ ഡിസെൻറ്റുകളൊന്നും ഇല്ലാത്തത്.